ഹായ് ഫ്രണ്ട്സ്, ഐ ആം ദീപിക. ഇതൊരു ചെറിയൊരു റിക്വസ്റ്റ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനും എൻ്റെ പേരൻസും ഒന്ന് ട്രിവാൻഡ്രം വരെ ട്രാവൽ ചെയ്തു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കുറേ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടു. എനിക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കും വിഷമമുണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, കുറേ ഡോഗ്സ് പല സ്ഥലത്തായിട്ട് കണ്ടതാണ്. മിക്ക സ്ഥലത്തും എല്ലാ ഡോഗ്സിൻ്റെയും ശരീരം ഏകദേശം ഒരേ കണക്കിരിക്കുകയാണ്. മെലിഞ്ഞ് അസ്ഥിയൊക്കെ എണ്ണി പറക്കാവുന്ന രീതിയിൽ. ഇപ്പോൾ ആരും ഫുഡൊന്നും കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായി. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ വേനൽക്കാലമാണ്, നിങ്ങൾക്കറിയാം ചൂട് എങ്ങനെയാണെന്ന്. നമ്മളൊക്കെ വീട്ടിൻ്റെ അകത്തിരുന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോലും നമുക്ക് AC ഇട്ടിട്ട് പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പുറത്ത് കിടന്ന് ഫുഡും വെള്ളമൊന്നും ഇല്ലാതെ ഓടുന്ന അതുങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാര്യം അവരൊക്കെ മരിച്ചാൽ പോലും ആരും കുഴിച്ചിടാൻ പോലും നിൽക്കാറില്ല. വിശപ്പും ദാഹമൊക്കെ അറിയുന്ന ഒരു മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ അവർ അത് കാണാതെ പോകത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം നമ്മളൊക്കെ എല്ലാ ദിവസവും ഫുഡ് കഴിക്കുന്ന ടൈമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായാൽ തന്നെ നമുക്ക് ഭയങ്കര വിശപ്പ്, കുറേ ദിവസമായിട്ട് പട്ടിണി കിടക്കുന്നവരെ പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുങ്ങളുടെ അവസ്ഥ ഒന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തെരുവിൽ കിടക്കുന്ന എല്ലാ ഡോഗ്സും പേപ്പട്ടിയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് പേപ്പട്ടിയുടെ കടി കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അങ്ങനല്ല, എല്ലാ പട്ടിയും പേപ്പട്ടിയല്ല. നമ്മളിടുന്ന വേസ്റ്റിൽ നിന്നാണ് വരുന്നത്, റാബീസ് വരുന്നത്. ആ ടോപ്പിക്ക് അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന 1-2 പേരായിരിക്കും. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് ആളൊഴിഞ്ഞ ഏതെങ്കിലും മൂലയിലോ അല്ലെങ്കിൽ റോഡിൽ തന്നെ ആളൊഴിഞ്ഞ ഏതെങ്കിലും മൂലയിലോ ഒരു വീതിയുള്ള ഒരു ഡപ്പ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. ഒരു ദിവസമല്ല, 2 ദിവസം ഒക്കെ കൂടുമ്പം മാറ്റാൻ പറ്റുമോ, ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഡോഗ്സിനും കിളികൾക്കുമൊക്കെ ഭയങ്കര ഒരു സഹായമായിരിക്കും. ഫുഡോ കിട്ടുന്നില്ല, വെള്ളമെങ്കിലും അതുങ്ങൾ കുടിച്ച് ജീവിച്ചോട്ടെ. ഫുഡ് കൊടുക്കാനും ഇപ്പോൾ ആരും സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒഴിഞ്ഞ മൂലയിലൊക്കെ പറ്റുമെങ്കിൽ ഫുഡ് കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. എനിക്കിത്രേ പറയാനുള്ളൂ. കാരണം എനിക്ക് കണ്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എനിക്കറിയാം ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പക്ഷേ പറഞ്ഞു പോവുകയാണ്. ഇച്ചിരി വെള്ളമെങ്കിലും വെക്കണം. ഓക്കെ.